പ്രണയം വീട്ടിൽ അവതരിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും മരുമകനെ കുറിച്ച് അച്ഛനോട് പറയുക? പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലാണ്. എന്റെ അച്ഛനും അമ്മയും എന്നോട് ഇതുവരെ കല്യാണം കഴിക്കാൻ എന്റെ മകൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിടത്തും പറയാറില്ല. ഞാനും എല്ലാവർക്കും നമസ്കാരം. അഹാന വിവാഹിതയാകുന്നു. നിമിഷ് രവിയെ കുറിച്ച് മനസ്സ് തുറന്ന് കൃഷ്ണകുമാർ. ഈ പോസ്റ്റ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് അഹാന കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന ഒരു കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഇത്രയും നാറികൾ, ഇത്രയും വൃത്തികെട്ടവന്മാരൊക്കെ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ആരെക്കുറിച്ചാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൃഷ്ണകുമാറിനെ കുറിച്ചാണെന്ന്. ഒരിക്കലുമില്ല. നമുക്ക് അതിലോട്ട് വരാം. ഇങ്ങനത്തെ ചെറ്റകള് ഈ നാട്ടിൽ നിന്നും ഈ ലോകത്ത് നിന്ന് തന്നെ മൺമറഞ്ഞു പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്ക് വൃത്തികെട്ടവന്മാർ. ഈ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനോട് ഹെയ്റ്റ് ഒരു പരിധി വരെ കുറച്ച് കൂടുതലാണ്. അങ്ങനെ BJP ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ കുറെ ഹെയ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പാർട്ടി ബേസിലല്ല ഇത് സംസാരിക്കുന്ന ഈ വിഷയം. ഞാൻ ഈ ഫാമിലിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മൾ എപ്പോഴും തുറന്ന് പറയാറുണ്ട്. ഈ അഹാനയുടെ കേസിൽ ഈ അഹാന കല്യാണം കഴിക്കുന്നത് ഒരു പയ്യനെയാണ്, ആണല്ലോ. ആ പയ്യൻ ഏത് പയ്യനാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഇവർ തമ്മിൽ റിലേഷനിലാണെന്നുള്ളൊരു കാര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അഹാനയ്ക്ക് ആരെ വേണം കല്യാണം കഴിക്കാനുള്ള റൈറ്റ്സ് അഹാനയ്ക്ക് ഉണ്ട്. പക്ഷേ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കണ്ടിട്ട് നാട്ടുകാർക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല. അതിലോട്ട് വരാം. അതിനു മുന്നേ കൃഷ്ണകുമാർ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു. അന്ന് ഏറ്റവും സൗകര്യം എന്താ നോക്കി. ഇപ്പൊ ഓരോരുത്തർ കല്യാണം കഴിക്കാൻ പോകുന്ന ആരാന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. നമുക്ക് എത്ര സുഖം. കാരണം ഇന്നടത്തുന്ന കല്യാണം കഴിക്കാൻ പോകുന്നത് ഇന്ന ആളെയാണ്. വളരെ ഈസി ആയില്ലേ? ഇപ്പൊ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോഴേ ഇവരത്തൊക്കെ പറയാം, അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണ്, നിമിഷ് ഇങ്ങനെയാണ്. പിന്നെ ഇതിനേക്കാൾ നിമിഷം എന്ന് വെച്ചാൽ നിമിഷിന്റെ അച്ഛൻ രവിയും ഞാനുമായിട്ട് 30-33 കൊല്ലം മുമ്പുള്ള പരിചയമുണ്ട്. പുള്ളി സിനിമയിലെ പ്രൊഡ്യൂസർ ആയിരുന്നു. അതായത് ഈ നിമിഷ് എന്ന് പറയുന്ന പയ്യനെയാണ് അഹാന കല്യാണം കഴിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന ന്യൂസുകൾ. അതിപ്പോ ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൃഷ്ണകുമാർ അങ്കിൾ ആണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കും. ആരെയൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് അങ്ങേർക്കറിയാം. അതുകൊണ്ട് എല്ലാവരും മക്കളുടെ ഇഷ്ടത്തിന് മക്കള് ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു. അതിപ്പോ ദിയാകൃഷ്ണയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അശ്വിനെ സെലക്ട് ചെയ്തു കല്യാണം കഴിക്കുന്നു. നിഷാനി ഉണ്ട്, പിന്നെ അൻസികയുണ്ട്. അൻസികയാണ് ഏറ്റവും ഇളയ കുട്ടി. ആ കുട്ടി മാത്രം റിലേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, അറിയില്ല. അത് ഓക്കെ, വോട്ടവർ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇവിടെ അഹാന അടുത്ത് കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഏറ്റവും മൂത്തത് അഹാനയാണ്, രണ്ടാമത്തെ ദിയയാണ്. എന്നാൽ ദിയയാണ് ആദ്യം കല്യാണം കഴിച്ച, അടുത്താണ് ഇനി അഹാന കല്യാണം കഴിക്കാൻ പോകുന്നത്. അതൊരു അച്ഛൻ അഭിമാനത്തോടെ വന്നിരുന്ന് പറയാണ്, മക്കൾ സെലക്ട് ചെയ്ത് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവര് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ സെലക്ട് ചെയ്യുന്നവരും ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. കണ്ട ഏപ്പറാച്ചികളെയൊന്നും അല്ല, കണ്ട കുടിയന്മാരെ, കണ്ട കഞ്ചാവുകളെയൊന്നും അല്ല ഈ മക്കൾ സെലക്ട് ചെയ്യുന്നത്. നല്ല സ്റ്റാൻഡേർഡും നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ തന്നെയാണ്. അവർ ലൈഫിൽ ആ ഒരു കാര്യം സത്യം പറഞ്ഞാൽ നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ദിയാകൃഷ്ണ ആയാലും അശ്വിൻ നല്ലൊരു പയ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു അപ്പായി കേസാണ് ആര്, അശ്വിൻ. ഓക്കെ, അങ്ങനെ കൃഷ്ണകുമാർ ഫാമിലിയിൽ ഓരോ മക്കളും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർ അടിപൊളിയായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലത്, വോട്ട് അവർ ഇറ്റ് ഈസ്. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പും കൂടി കൊടുക്കാം. എന്റെ മകൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിടത്തും പറയാറില്ല. ഞാനും എന്റെ ഭാര്യയും തന്നെ രണ്ട് ജാതിയാണ്. എന്റെ മകള് കല്യാണം കഴിച്ചത് വേറൊരു ജാതിയില്ല. എന്റെ മൂത്ത മോളൊക്കെ ആരെയോ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണ് കേൾക്കും. എനിക്ക് ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങൾ. ഓക്കെ, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കറക്റ്റ് ഒരു കാര്യമില്ലേ? എൻ്റെ ഒരു മകൾ കല്യാണം കഴിച്ചത് വേറെ ജാതി, മറ്റേ മകൾ വേറെ മതം. അതായത് ഇവരുടെ കുടുംബത്തിൽ ഈ ജാതി, മതം, ഇതിന്റെ സ്പിരിറ്റോ തമ്മിലടിയൊന്നും ഇല്ല എന്ന് തന്നെ ആ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉയർന്ന ജാതിയുടെ ചില കുന്തളിപ്പുകൾ ചില സമയത്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും അത് നല്ല കാര്യമാണ്. ഇനി അടുത്ത് അഹാനയുടെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൂടി ഒന്ന് കൊടുക്കാം. പ്രണയം വീട്ടിൽ അവതരിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും മരുമകനെ കുറിച്ച് അച്ഛനോട് പറയുക? പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലാണ്. എന്റെ അച്ഛനും അമ്മയും എന്നോട് ഇതുവരെ കല്യാണം കഴിക്കാൻ പോലും പറഞ്ഞിട്ടില്ല. ഇനി പറയുന്നും തോന്നുന്നില്ല. എനിക്ക് എന്തെങ്കിലും തോന്നുമ്പോ
ആരെ കല്യാണം കഴിക്കണോ കല്യാണം കഴിച്ചോ, ആ മൈൻഡ് സെറ്റ് ആണ് എന്റെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വീട്ടിൽ അവതരിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. എന്നാൽ അഹാനയുടെ ഉള്ളിനുള്ളില് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ ആയിരിക്കും കല്യാണം കഴിക്കേണ്ടത് എന്നൊരു തോന്നലില്ല. ഇല്ല, ഈ ഫീൽഡ് ഏതായിട്ടും കാര്യമില്ല, ആളുടെ മനസ്സ് നന്നായിട്ട് കാര്യമുള്ളൂ. ഇല്ല, ഒരു ക്ലീശ ചോദ്യമാണ്. എന്നാൽ പോലും വിവാഹം കഴിഞ്ഞും ഈ സ്ക്രീനിൽ ഇതേപോലെ എനിക്ക് എണീച്ച് നടക്കാൻ പറ്റുന്ന കാലം വരെ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. എന്തായാലും വീണയുടെ കുത്തിക്കുത്തിയുള്ള ചോദ്യത്തിന് നല്ല ഒന്നാം തരം മറുപടിയായിട്ട് അഹാന മറുപടി നൽകിയെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം അഹാന സെറ്റാണെന്ന് അന്ന് ഇവരുടെ ആ ഒരു സ്ഥാപനത്തിൽ ഇഷ്യൂ വന്നല്ലോ, ഏത് മറ്റേ ജുവൽസിന്റെ ആ ഇഷ്യൂ വന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അഹാന നിന്ന നിപ്പം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആള് കുറച്ച് പുലിയാണ് ഉള്ളതിൽ എന്നെനിക്ക് അന്ന് തന്നെ മനസ്സിലായി. ഇവിടെ തന്നെ വീണ കൊണകൊണാന്ന് ചോദിച്ചപ്പോൾ ആ അടിച്ച് അലവീറുകളെന്നുള്ള രീതിയിൽ അഹാന മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്തായാലും അഹാനയുടെ ഫാമിലിയിൽ അവർക്ക് ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ അഹാനെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർ ഒരു 10-25 വയസ്സായി കഴിഞ്ഞാൽ വീട്ടുകാരെ പിടിച്ച് കെട്ടിക്കാൻ വേണ്ടിയേ നിൽക്കത്തുള്ളൂ. അതിപ്പോൾ എൻ്റെ വീട്ടുകാരായാലും നിങ്ങളെ വീട്ടുകാരായാലും ആരെ വീട്ടുകാരായാലും അവർക്ക് കെട്ടിച്ച് ഒരു കുടുംബമാക്കി സെറ്റാക്കിയിട്ട് ആ ഒരു മൈൻഡ് സെറ്റാണ് വീട്ടുകാരിൽ പലരും ചിന്തിക്കുന്നത്. പക്ഷെ അഹാനയുടെ ഫാമിലിയിൽ അങ്ങനെയല്ലെന്ന് വെക്കാനുള്ള കാരണം നിനക്ക് തോന്നുമ്പോൾ നീ കെട്ട്, നിനക്ക് തോന്നിയില്ലെങ്കിൽ നീ കെട്ടണ്ട. ഈ ഒരു സെറ്റപ്പാണ് കൃഷ്ണകുമാർ ഫാമിലിയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് തന്നെയാണ്, അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മക്കൾക്ക് അവർക്ക് താല്പര്യമാകുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുക, അല്ലാതെ ഫോഴ്സ് ചെയ്ത് കെട്ടിക്കാതിരിക്കുക. അങ്ങനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പല പോലെ ആയിരിക്കും കുടുംബജീവിതങ്ങൾ പോകുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊടുത്തേണ്. ഇനിയാണ് വീഡിയോ തുടങ്ങാൻ പോകുന്നത്. മലയാളത്തിന്റെ പ്രിയ നടി അഹാന കൃഷ്ണയും പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയും കല്യാണം കഴിക്കുന്നു എന്ന വാർത്തകൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണവുമായി പിതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ വെളിപ്പെടുത്തൽ താൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന് കാണിച്ച് അഹാന കഴിഞ്ഞ ദിവസം തനിക്ക് സന്ദേശം അയച്ചതായി കൃഷ്ണകുമാർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഏറെക്കാലമായി പ്രചരിക്കുന്ന അഭിമുഖങ്ങൾക്കാണ് വിരാമമായത്. നിമിഷിന്റെ കുടുംബവുമായി തനിക്ക് 3 പതിറ്റാണ്ടിലേറെ ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. നിമിഷിന്റെ പിതാവ് രവിയുമായി 33 വർഷത്തെ സൗഹൃദമാണുള്ളത്. നിമിഷ് ഉൾപ്പെടെയുള്ള മക്കളുടെ പങ്കാളികൾ നേരത്തെ തന്നെ വീട്ടിലെ സന്ദർശകരാകുന്നെന്നും അതിനാൽ പ്രത്യേകമായി ഒരാളെ പരിചയപ്പെടേണ്ട സാഹചര്യം തങ്ങളുടെ കുടുംബത്തിനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ കണ്ടല്ലോ, ഇതാണ് സംഭവം. ഇനി ഈ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്റ് ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. സീരിയസ്ലി, ആദ്യം 2 പോസ്റ്റ് ഉണ്ട്. അതായത് ആദ്യം ഇട്ടിരുന്ന പോസ്റ്റ് അഹാന വിവാദമാകുന്നു, നിമിഷ് രവിയെ കുറിച്ച് മനസ്സ് തുറന്ന് കൃഷ്ണകുമാർ. ഈ ഒരു ഫോട്ടോയിൽ ഈ പയ്യന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ആ പയ്യനെ കണ്ടതിന് ശേഷം പിന്നെ ഈ പോസ്റ്റ് ഇട്ട ആ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇൻ 2K ബോഡി ഷേമിംഗ് സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് കമന്റ് ബോക്സ്. അയൽക്കൂട്ടം ലോക കുറുപ്പ് ലക്കി ഭാസ്കർ ഈ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫർ ആണ്. കമന്റ് ബോക്സ് എന്താ അല്ലേ? അതായത് അവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവനേതോ വലിയ പുള്ളിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കമന്റ് ബോക്സ് ആണോ അതോ അയൽക്കൂട്ടം ഗ്രൂപ്പ് ആണോ ഇത്? എന്തോന്നാടെ, ആർക്കും കുശുമ്പില്ലല്ലോ, അവര് ഹാപ്പിയായി ജീവിക്കട്ടെ, അതിനിപ്പോ എന്ത് വേണം? ഓക്കെ, ഇനിയാണ് നമുക്ക് കമന്റ് ബോക്സിൽ മെയിൻ ആയിട്ട് കിടക്കാൻ പോകുന്ന ഒരു കാട്ടുമാക്കാൻ. ഇത് ഏതണ്ണേ എന്തോന്ന് ഈ കാട്ടുമാക്കാനല്ലാത്ത വിനോദ് വിനോദ് ചാലിൽ അണ്ണനാണ് ഈ കമന്റ് എത്തിക്കുന്നത്. ഒരു കാട്ടുമാക്കാൻ കമന്റ് ബോക്സ്. അതെ, അതൊരു പെൺകുട്ടി, ജൽസ എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ കിടന്ന് നെഗറ്റീവ് കുരുത്തുങ്ങൾക്ക് ആദ്യം ഒന്ന് കണ്ണാടി നോക്കുക. അതെ, ഈ പയ്യനെ ബോഡി ഷെയിം ചെയ്യുന്നതിന് കയ്യും കണക്കില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാട്ടുമാക്കാൻ, കറുപ്പൻ, എന്തൊക്കെയോ വളരെ മോശമായിട്ട്. സത്യം പറയാല്ല, ലിറ്ററലി കമന്റ് ബോക്സ് കണ്ട സമയത്ത് എനിക്ക് പുച്ഛമല്ല തോന്നിയത്. ഇത്രയും മോന്മാര് ഈ നാട്ടിൽ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുവാടേ ഇത്? എന്ത് വൃത്തികെട്ടവന്മാരാണ്. നീയൊക്കെ ചത്ത് ചീഞ്ഞളിഞ്ഞു പോകുമ്പോഴും നീയൊക്കെ ഇരിക്കുന്ന അതേ ഭംഗിയിൽ അങ്ങോട്ട് പോവോടാ. എന്ത് കഴുപ്പണം കെട്ടവന്മാർ. ആകെ ഈ ഭൂമിയിൽ ഒരു 10, 80, 70 വയസ്സ് വരെ കാണും. അതിലൊരു 40, 50 കഴിയുമ്പം തന്നെ ചാരി കസേരയിലാകും. പിന്നെ കിടന്ന് ഇഴഞ്ഞ് തൂഞ്ഞും മൂഞ്ഞും തൂറിയും പെടുത്തും അങ്ങ് തീരും. ഇതിന്റെ ഇടയിൽ എന്ത് ഭംഗിയും എന്ത് കളറ്. ചിന്തിക്കട കഴുപ്പണം കെട്ടവന്മാരെ. എന്തിനാടാ ഇങ്ങനെ കുന്തളിപ്പുകൾ കാണിക്കുന്നത്? എന്തിനാണ് ഇത്ര വൃത്തികെട്ട മൈൻഡ് സെറ്റിലോട്ട് പോകുന്നത്? വളരെ മാച്ച്. ഇങ്ങനത്തെ ഒരു ഗതികെട്ട മൈൻഡ് സെറ്റിൽ നീയൊക്കെ ജീവിച്ച് തൊലഞ്ഞ് നാറാണത്തെ ചത്തുകൂടാ. എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? കഷ്ടം.
പ്രബുദ്ധ കേരളം മലയാളികൾ കമന്റ് ബോക്സ് എന്ത് മോശം, ഇഷ്ടമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. നാളെ ഹർത്താൽ. നിമിഷ് രവി ആരാണെന്ന് അറിയാത്ത കുറെ ഊളകൾ കമന്റ് ബോക്സ് പഞ്ഞിക്കിട്ട് കാര്യമില്ല. നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന സ്വഭാവം അത്ര പെട്ടെന്നൊന്നും ചില മനുഷ്യർക്ക് വിട്ടുപോകില്ല. ഇതിനോടകം എത്ര ഫിലിമിൽ വർക്ക് ചെയ്തു പുള്ളി കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അതായത് അവനെ കുറിച്ചിട്ട് പൊക്കി പറയുന്നുണ്ട്. കമന്റ് ബോക്സ് മെയിനിലോട്ട് എത്തുന്നതേ ഉള്ളൂ. മെയ്ഡ് ഫോർ ഈച്ചർ അതർ എന്ന് പറയുമ്പോൾ പുറമേയുള്ള സൗന്ദര്യത്തിനല്ല പ്രധാനം, ഉള്ളുകൊണ്ട് രണ്ടുപേരും മാച്ച് ആണോ, ലൈഫ് ഹാപ്പി ആകുമോ ഒരുമിച്ചാൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഞാൻ പോയി ഉറങ്ങട്ടെ. അരുണിമ ചേച്ചിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ആ പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോഴായിരിക്കണം. അരുണിമ അർജുൻ പിടിച്ചിട്ടില്ല. ഇനി പ്രസവം കഴിയുമ്പോൾ വരെ ഇൻസ്റ്റ തുറക്കണ്ട. അണ്ണൻ ലാൽജി അണ്ണൻ കട്ടക്കയ്ക്ക്. ഇവൾ ആരാ, പ്രിയ നടിയോ? എന്നോ ഒരു മൂവിയിൽ അഭിനയിച്ചു, പിന്നെ അല്ല. എന്തായാലും ഷീ ഡിസൈനിന് ഒട്ടും കുശുമ്പില്ലെന്ന് മനസ്സിലായി. എന്തായാലും അവള് ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ചല്ലോ. ഈ പറയുന്ന ഷീ ഡിസൈൻ എത്ര സിനിമയിൽ അഭിനയിച്ചു ഒന്ന് പറഞ്ഞുതരാവോ? അസൂയക്കും കുശുമ്പിനും ഒരു കുറവുമില്ല. ബംഗാളിയാണോ അതോ തമിഴനോ? ഉണ്ടാവുന്ന കുട്ടി ചിലപ്പോൾ കറുകൾ പോലെ ഡ്യുവൽ ടോണോ ആയിരിക്കും. ഇതിലും മെച്ചം ആറാട്ടണ്ണനായിരുന്നു. ഹായ് കുഞ്ഞ്. സ്വന്തമായിട്ടൊരു ഫോട്ടോ പോലും ഇല്ലാത്ത ഏതോ തന്തയില്ലാത്തവൻ ഇട്ടിട്ടുള്ള ഒരു കമന്റാണ്. ബംഗാളിയാണോ? എടാ ബംഗാളിക്ക് എന്താടാ കുഴപ്പം? തമിഴന് എന്താടാ കുഴപ്പം? ഇവരാരും മനുഷ്യരല്ലേ? നിന്റെ തന്ത മാത്രമാണോ മനുഷ്യൻ? നിന്നെ ഉണ്ടാക്കിയിട്ട് തന്ത ആദ്യം മടൽ വിട്ടിരിക്കണം. സത്യം, എന്ത് തന്തയില്ലാത്ത വർത്തമാനോടാ ഇതൊക്കെ വിളിച്ച് പറയുന്നത്? ബംഗാളിയാണോ, തമിഴനാണോ, കറുപ്പ്? നീ ആരടെ? നീ ഋത്തിക് റോഷനാ? നിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കണം. ഫോട്ടോ പോലും ഇല്ലാത്ത തൊന്തയില്ലാത്തവനാണ് ഈ കമന്റ് ഒന്നും ഇട്ടിട്ടുള്ളത്. കറുമ്പാൻ. അടുത്ത് ഷുഗർ 83. അതും ആയതോ ഫോട്ടോയും അഡ്രസ്സും ഇല്ലാത്ത കറുമ്പാൻ. കറുത്തിരുന്ന് ഞാൻ പിടിക്കില്ല. നിന്റെ സാമാനം ഏത് കളറാ? പച്ച ഹൽക്കാ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. വാർന്ന വെറും ചെറ്റയാ ഞാൻ നിന്നെ കാണും. എന്തിനാ എല്ലാവരും ആ വ്യക്തിയെ കുറ്റം പറയുന്നത്? നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണോ? എല്ലാവർക്കും അവരുടേതായ ഓരോ പ്രത്യേകതയുണ്ട്. ആരും ആരെയും കുറ്റം പറയാൻ മാത്രം വളർന്നിട്ടില്ല. ഈ കമന്റ് ആ വ്യക്തി കാണുമ്പോൾ എത്ര വിഷമമാവും. സത്യം, സീരിയസ്ലി. ഈ കമന്റ് ബോക്സ് ആ വ്യക്തി കാണുന്ന സമയത്ത് ഒരു ഇൻസെക്യൂരിറ്റി ആ വ്യക്തിക്ക് ഫീൽ ചെയ്യും. ഒരിക്കലും അങ്ങനെ ഇൻസെക്യൂരിറ്റി കയറരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. സത്യം, അഹാനയും ഈ കമന്റ് ബോക്സ് കാണുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിഷമമാവും. കൃഷ്ണകുമാരുടെ ഫാമിലി കാണുന്ന സമയത്ത് വിഷമമാവും. ഈ നായിന്റെ മക്കൾ ഇങ്ങനത്തെ കമന്റ് ഇടുന്നത് തന്തയില്ലായ്മയാണെന്ന് അവന്മാരെ എങ്ങനെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? കഷ്ടം. ആ വ്യക്തി കാണുവാണെങ്കിൽ ഇത്ര വിഷമമാവും. ആ വിഷമം കൊണ്ട് നിങ്ങൾ എന്താ നേടുന്നത്? ആ വ്യക്തിക്ക് വേണ്ട കഴിവ് അദ്ദേഹത്തിന് ഉണ്ട്. ഒരാളെയും ഒരിക്കലും താഴ്ത്തി കെട്ടാതിരിക്കാൻ ശ്രമിക്കൂ. ഏതു പ്രിയ നടി? വിശാൽ അണ്ണനും മനസ്സിലാവണ്ട. അണ്ണൻ പ്രിയ നടനാണ്. പോവാണ്ണ എനിക്ക്. തമിഴനാണോ ചേച്ചി? ഇപ്പോൾ ട്രെൻഡ് ആണല്ലോ പാണ്ടിക്ക് മലയാളി പെണ്ണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താടാ തമിഴന്മാര് മനുഷ്യന്മാരല്ലടാ? ഇത് കഴിപ്പണം കേട്ട ചിന്താഗതിടാ. സംഭവം മഹാന അറിഞ്ഞോ? പക്ഷേ ഇവൻ നന്മ നിറഞ്ഞവൻ. ഈ നെഗ് കമന്റ് ഇടുന്നവരൊക്കെ എടുത്ത് ഏത് കാലത്താ ജീവിക്കുന്നത്? ഇപ്പോഴും ബോഡി ഷെയ്മിങ്. കഴിപ്പണം കെട്ടന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ? ബോഡി ഷെയ്മിങ് അമ്മമാർ അച്ഛൻ്റെ പേരും ഒക്കെയാണ് കമന്റ് ബോക്സിൽ അടിച്ചു വെക്കുന്നത്. 100% ലിറ്ററസി കാരണം കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ആർ യു ഗൈസ് ഓക്കെ? ലൈക്ക് ഈസിൻ്റെ എൻ്റെ ഇംഗ്ലീഷ് വേണ്ട. അതിന് മനുഷ്യൻ മനുഷ്യനായി ജനിക്കും, പ്രായപൂർത്തിയാവും, കല്യാണം ഉണ്ടാവും, കുട്ടികളുണ്ടാവും, വയസ്സും ആവും, രോഗിയാവും, മരണം വരെ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത്. പിന്നെ ഇവൾ കല്യാണം കഴിച്ചാൽ എന്താ? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ? പിന്നെ നീ വന്ന് ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്ന എന്ത് തേങ്ങയ്ക്കാടാ? അവള് കല്യാണം കഴിക്കാതിരിക്കുക പോസ്റ്റ് എന്താ ചെയ്തിട്ട്? നീ വന്ന് ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്ന എന്തിന്? അതിന് ഞങ്ങൾ തുണിയില്ലാണ്ട് റോട്ടിൽ കൂടി ഓടണം. ഒരു കാര്യം ചെയ്യും, റിച്ചോളിയെ ഓട്, അതായിരിക്കും ബെറ്റർ. 2026 ആയത് അറിയാതെ കുറെ ഓൾഡ് ടീംസ് ആണ് ബോഡി ഷെയ്മിങ് നടത്തുന്നത്. സ്വന്തം വ്യക്തിത്വത്തോട് ഒരു കോൺഫിഡന്റ് ഇല്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ കമന്റ് ആക്കുന്നവർ. നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരാളെ രൂപത്തിൽ പേരിൽ കളിയാക്കില്ല. തന്തയ്ക്ക് പറക്കാത്തവന്മാരാണ് ഒരാളെ ബോഡി ഷെയിം ചെയ്ത് എപ്പോഴും കമന്റ് ചെയ്ത് കളിയാക്കുന്നത്. അതിലും ഒരു 90% എണ്ണത്തിനും പ്രൊഫൈൽ കാണത്തില്ല. ചുമ്മാ ഏതെങ്കിലും ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി വന്നിരുന്ന് ഗുണയടിക്കും. അതാണ് കുറെ തന്തയില്ലാത്തമ്മയുടെ പ്രത്യേകത. ഓക്കെ, അടുത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ ഒരു ഫാമിലി ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നടുക്ക് നമ്മുടെ മോദിജി ഉണ്ട്. അതായത് മോദിജിയെ കാണാൻ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ പ്രീഷ്യസ് മൊമെന്റ് ആണ്. നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമാണ്. ഇതില് വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോദിജി തന്നെ യാ കൃഷ്ണയുടെ കുട്ടിയുടെ ഫോട്ടോ മോദിജിയുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമ്മുടെ കൃഷ്ണകുമാർ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള എങ്ങനെയാണ്? ദൈവികം ഈ ബന്ധം. ലോക നേതാക്കൾ പോലും ആദരവോടെ ഉറ്റുനോക്കുന്ന ഭാരതത്തിന്റെ പ്രിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കുടുംബസമേതം നേരിൽ കാണാൻ സാധിച്ചതും അദ്ദേഹമായി സമയം ചെലവാക്കാൻ സാധിച്ചതും പുണ്യമായി കരുതുന്നു. ഭാരതത്തിന്റെ ഈ
കർമ്മയോഗിക്ക് സർവേശ്വരൻ ദീർഘായുസും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. എന്നിട്ട് ഇവരുടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കാണിക്കാം. ലോക നേതാക്കൾ കാണുമ്പോഴുള്ള ഇയാളുടെ ബോഡി ലാംഗ്വേജ്, വളിച്ച ചിരിയും ചിരിച്ച് അൺകംഫർട്ടബിൾ കെട്ടിപ്പിടുത്തം, അല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരു പ്രധാനമന്ത്രി. ലോകത്തിന്റെ ആരാധനയുടെ കാര്യം പറയുന്നുണ്ടോ? എന്തുവാ, ഭാഗ്യം ചെയ്ത ആളാണല്ലോ. ഫുൾ ഫാമിലിയുമായി ഫോട്ടോ എടുക്കുക. PM ഇത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഓമിക്കുഞ്ഞ് ഇതാരുടെ കയ്യിലാണ്? ലക്കി ബേബി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ, പ്രൗഡ് മൊമെന്റ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി. അങ്ങനെ ഒരുപാട് പേര് നല്ല കമന്റുകൾ ചെയ്യുന്നുണ്ട്. ഇനി മനോരമ ഓൺലൈനിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ്, ഓമിയെ താലോചിച്ച് നരേന്ദ്രമോദി, പ്രധാനമന്ത്രിക്കൊപ്പം കുടുംബസമേതം കൃഷ്ണകുമാർ, അഹാനയുടെ വിവാഹ കാര്യങ്ങൾ പറയാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്ത്യയുടെ പ്രധാന കാശുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കൂ. ഇന്ത്യയുടെ പ്രധാനൻ കാശുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കൂ. ഒരു നേരത്തെ ഉണക്ക ചപ്പാത്തിക്കോ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഇന്ത്യൻ പൗരന്റെ കൂടെ ഇദ്ദേഹം നിൽക്കുമോ? ഇദ്ദേഹത്തിന്റെ ബാല്യകാലം അങ്ങ് രാജകൊട്ടാരത്തിലായിരുന്നു. അതുകൊണ്ടാണോ സ്വന്തം പാർട്ടിയോട് മാത്രം ഇത്തരം വാത്സല്യം? പാർട്ടിപരമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ കമന്റ് ബോക്സിൽ നല്ലപോലെ നിരക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അതിപ്പോ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പോകും. പക്ഷെ അഹാന മറ്റേ പയ്യനെ കല്യാണം കഴിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റ് വന്നു. ഒഫീഷ്യലായിട്ട് അവര് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോ ആ പയ്യനെ പറയുന്നതിന് കൈ കണക്കില്ല. അവര് കല്യാണം കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോ വളരെ മോശമായിട്ട് ബോഡി ഷേമിങ്ങിന്റെ പീക്ക് ലെവൽ, കർമ്മൻ, തമിഴൻ, ബംഗാളി ഇവർക്ക് വേറെ പയ്യന്റെ കിട്ടിയില്ല. ഇത്തരം മോശം കമന്റുടെ തന്തയില്ലാത്തവന്മാര് നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ? ഒരാളുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നാളെ എന്നെ നോക്കിയിട്ട് നീ എന്നാടാ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല. പക്ഷെ എവിടെയെങ്കിലും എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി സാധനത്തിന് പിടിക്കും. എനിക്കത് ഫീൽ ചെയ്യും. അത് ഞാനെന്നല്ല, എല്ലാ മനുഷ്യർക്കും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് തന്തയില്ലായ്മയാണ്. ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കാതിരിക്കുക. വളരെ മോശമാണ്. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരും പോകും. അതിന്റെ അകത്ത് വെച്ചിട്ട് ഈ ബോഡി ഷേമിങ്, കറുപ്പിന്റെ അതിൽ നിറത്തിന്റെ പേരിലൊക്കെ ഉള്ള വേർതിരിവൊക്കെ കാണിച്ച് എന്തിനാണ്? ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ പണം ഉണ്ടാക്കുക, സമ്പാദിക്കുക, നല്ലപോലെ ജീവിക്കുക. പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞൂല് നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അവിടെ നിറവും അതും ഇതൊന്നും ഒരു തേങ്ങയല്ല. നിറവും ലുക്കും ഒന്നുമല്ല. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ, നിന്നെ ആൾക്കാർ കൂടെ നിർത്തും. നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും കാണും. നിന്റെ കയ്യിൽ പൈസയില്ല, നിന്നെ കൊണ്ടൊരു ഉപയോഗവും ഇല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല. നമ്മൾ ദരിദ്രന്മാരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റല്ല. പക്ഷെ അതേ ദരിദ്രനായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റാണ്. കാരണം ഈ ആയുസ്, ഈ ഒരൊറ്റ ജന്മമാണ് നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുള്ളത്, അല്ലേ? നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഒരുപാട് മറ്റേ വാൽമാക്രി പോലത്തെ സംഭവങ്ങളിൽ ഓടി നമ്മൾ ജയിച്ചാണ്, ആദ്യം തന്നെ ഒരു ജയം നേടിയാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് വരുന്നത്. ഭൂമിയിൽ വന്നതിന് ശേഷം നമ്മൾ ചിലപ്പോൾ കൊടീശ്വരനായിരിക്കും, ചിലപ്പോൾ ദരിദ്രനായിരിക്കും. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇനി ദരിദ്രനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റിൽ ആവണം. അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ ഈ നിറവും അതും ഇതും കോപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം തൊലച്ചു കളയല്ലേ. ഞാൻ അത്രേ പറയത്തുള്ളൂ. ഈ വൃത്തികെട്ട ബോഡി ഷേമിങ് അത് എന്ത് കഴുപ്പണം കെട്ട പരിപാടിയാണെന്നറിയാമോ? എങ്ങനെയാടാ തോന്നുന്നു ഇങ്ങനെ ഒരാൾ നിറത്തിന്റെ പേരിൽ ഇതിന്റെയൊക്കെ പേരിൽ കളിയാക്കാൻ തോന്നുന്നു? ഇവിടെ വെളുത്തിരിക്കുന്നവന്മാർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ. കഴുപ്പണം കെട്ട തന്തയില്ലാത്തവന്മാരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത്രയ്ക്ക് പൊട്ടുന്നു ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്.